പരിശുദ്ധ സ്ഥലത്തിൽ മൂടുമേ ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുമേ ദേവ പ്രസന്നമേ ഇറങ്ങിയേ വന്നിടുമേ ദേവനിൻ മഹിമയിൽ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുമേ ദേവനിൻ മഹിമയിൽ നമ്മയെല്ലാം പരിശുദ്ധ സ്ഥലത്തിൽ മൂടുമേ. മാസത്തിന്റെ ഈ പുതിയ ദിവസത്തിന്റെ കർത്താവെ ആദ്യ മിനിറ്റുകളിൽ ഞങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അങ്ങയുടെ നാമത്തെ സ്തുതിക്കുന്നു. കർത്താവേ ഹല്ലേലൂയ. കഴിഞ്ഞൊരു വർഷക്കാലം നീ ഞങ്ങളെ നടത്തിയ അങ്ങയുടെ വിശ്വസ്തതയ്ക്കായി സ്തോത്ര. നിലംപരിച്ചു ആകാവുന്ന സാഹചര്യങ്ങളിൽ കരം പിടിച്ച് നടത്തിയതിനായി ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവേ, രോഗങ്ങളും ഭാരങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. കർത്താവേ, വേർപാടിനൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്നു. കർത്താവേ, എന്നാൽ അതിനുപരിയായി സ്വർഗീയ സമാധാനവും സ്വർഗീയ ശാന്തിയും സ്വർഗീയമായ പ്രത്യാശയും തന്ന നീ ഞങ്ങളെ സൂക്ഷിച്ചത് കൊണ്ട് കർത്താവേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കോടതിയിലായിരുന്നപ്പോൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലായിരുന്നപ്പോൾ, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വാഹനങ്ങൾ ഓടിച്ചപ്പോൾ, കർത്താവേ, അവർ വിവിധ കാര്യത്തിൽ ഇടപെട്ടപ്പോഴൊക്കെ അങ്ങയുടെ സാന്നിധ്യം അവരോട് കൂടെ ഇരുന്ന വഴി നടത്തിയത് കൊണ്ട് ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ശത്രുവിന്റെ മുമ്പാകെ മേശ ഒരുക്കി തന്ന ഞങ്ങളുടെ തല ഉയർത്തിയവരെ ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു. കർത്താവേ, ഈ 2014 എന്ന കർത്താവിനോട് ചേർന്ന് ജീവിപ്പാൻ കർത്താവേ, പൊന്നാമ മുഖമൂടി ധരിച്ചൊരു ആത്മീക ജീവിതമല്ല, പിന്നെയോ യേശുവിനോട് എന്റെ യേശുവിനോട് ചേർന്ന് ജീവിപ്പാൻ 2014 കർത്താവേ സഭയായി ഞങ്ങളെ സഹായിക്കുമാറാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, തെക്കിൽ നിന്നും വടക്കിൽ നിന്നും കിഴക്കിൽ നിന്നും പടിഞ്ഞാറിൽ നിന്നും ജനത്തെ കർത്താവ് കൂട്ടി വരുത്തിയാണ്. കർത്താവേ, എല്ലാ കുടുംബങ്ങളെയും എന്റെ കർത്താവ് അനങ്ങളിൽ ചാട്ട സമൃദ്ധിയെ അനങ്ങളിൽ ചാട്ട യേശുവിൻ നാമത്തിൽ തന്നെ ഹാപ്പി ന്യൂ ഇയർ. 2013 is gone. 2014 നാം പ്രവേശിച്ചു. And now we have already entered into 2014. 2014 എന്ത് നടക്കുമെന്ന് നമുക്കറിയത്തില്ല. We don't know. We are not aware what's going to happen in 2014. നമ്മുടെ ജീവിതത്തിൽ എന്ത് നടക്കുമെന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. We cannot predict anything that's going to happen in our life in this coming year. എന്നാൽ നാം വിശ്വാസത്തോടെ ഓരോ ദിവസവും 2014 നാം മൂവ് ചെയ്യുകയാണ്. But we are moving forward with faith in this new year. ദൈവവചനത്തിന് വിശ്വാസം എന്നതിന് നിർവചനം കൊടുത്തിരിക്കുന്നത്, in Bible, when we read the word of God, when we see the way it's translated the word faith, വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ്. It says that faith is confidence in what we hope for and assurance about what we do not see. ഇപ്പൊ 2014 നാം ചിലത്
ആത്മീയ കണ്ണാൽ കണ്ടുകൊണ്ട് വിശ്വസിച്ച് നാം മുന്നേറാൻ പോകുകയാണ്. So in 2014, we are going to move forward by seeing something in faith. Hallelujah. 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 ഇനി വളരെ ശ്രദ്ധിക്കണം. Now let's pay attention. 2, 3, 4 വിശ്വാസ വീരന്മാരെ ഞാൻ നിങ്ങളുടെ മധ്യത്തിലേക്ക് കൊണ്ടുവരാൻ പോകുകയാണ്. There are few leaders I would like to bring in front of you who were the leaders in faith. അവരെ കുറിച്ച് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. In Hebrews chapter 12, this is how it's written about them. ആമേൻ. ആകയാൽ നാമും സാക്ഷികളുടെ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട്. In Hebrews chapter 12 verse 1, it's written that therefore, since we are surrounded by such a great cloud of witness, അപ്പോൾ വിശ്വാസത്താൽ ജീവിച്ച് വിശ്വാസത്താൽ ആമേൻ ജീവിതം നയിച്ച ഒരു വലിയ കൂട്ടത്തെ മുൻനിർത്തിയിട്ട് പറയുകയാണ് ഇവർ സാക്ഷികളുടെ ഒരു സമൂഹമാണ്. Now here we can see there are a lot of people who are the leaders of faith. They have lived their life in faith. Looking at them, it's written saying that here we have such a great crowd of witness who are the leaders in faith. ഈ വിശ്വാസ വീരന്മാരുടെ ജീവിതത്തെ 2014 ഞാനും നിങ്ങളും നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് പകർത്തിയാൽ, ഇന്ന് ഞാൻ പറയട്ടെ, ഈ ആദ്യ മണിക്കൂറിൽ നിന്ന് പറയട്ടെ, 2014 നമ്മുടെ ജീവിതം ജയോത്സവത്തിൻ്റെതായിരിക്കും. As we are in the first hour of this 2014, let me tell you, if we imitate exactly what these leaders have done in their life through faith, if we imitate that in our life, this year is going to be a blessed year in your life. ഒന്ന് ഹാനോക്ക്. First, we see Enoch. ഹാനോക്കിനെ കുറിച്ച് 11-ാം അധ്യായത്തില് 5-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. And this is how it's written about Enoch. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുന്നേ സാക്ഷ്യം പ്രാപിച്ചു. And Hebrews chapter 11 verse 5, this is how it was written, by faith Enoch was taken from this life so that he did not experience the death. He could not be found because God has taken him away. ഒന്ന്, ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചു. And here the first thing what we can see about Enoch, that he pleased God. 2014 ദൈവത്തിന്റെ മക്കളെ നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചാൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിരിക്കുമെന്ന് ഇന്ന് പകൽക്കാലം പറയട്ടെ. Let me tell you, in 2014, if we focus on just pleasing God, then your life will be a blessed life. എങ്ങനെയാണ് ഹാനോക്ക് ദൈവത്തെ പ്രസാദിപ്പിച്ചത്? Now how did Enoch pleased God through his life? ആമേൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. And in Genesis we can read like this, that Enoch, he has a continuous walk with God. ആമേൻ. ഹാനോക്കിന്റെ കാലത്ത് അനേകരുണ്ടായിരുന്നു, അവരെ ഒന്നും ഹാനോക്ക് നോക്കിയില്ല. എന്നാൽ ഹാനോക്ക് അവൻ ദൈവത്തോട് കൂടെ നടന്നു, ദൈവത്തെ പ്രസാദിപ്പിച്ചു. During the time of Enoch there were many other people also, but Enoch didn't look at anybody, he didn't try to imitate anybody, but he had a continuous walk with his God. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആര് എങ്ങനെ പോകുന്നു എന്ന് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം നാം എങ്ങനെ ദൈവത്തെ പ്ലീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. Let me tell you this morning, this night, that what other people are doing in this world is not my problem, but my problem is how I can please my God. അവൻ ദൈവത്തോട് കൂടെ നടന്നു. He has a continuous walk. He walked with അവൻ God. ദൈവത്തോട് കൂടെ നടന്നു. We can see he walked with God. അവൻ മക്കളെയും കൊച്ചുമക്കളെയും ഒക്കെ അവനുണ്ടായി. And he had sons and grandsons. അനേക കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ ഉണ്ട്. Many things
happen in his life. എന്നാൽ അവന്റെ ജീവിതം എപ്പോഴും ദൈവത്തോട് കൂടെയായിരുന്നു. He had many blessings, but still he had a continuous relationship with God in his life. 2014 എന്നെ കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം ദൈവത്തോട് കൂടെയാണെങ്കിൽ, ദൈവത്തിന് പ്രസാദകരമായ ജീവിതമാണെങ്കിൽ, ഇന്ന് ആമേൻ ഈ സമയത്ത് പറയട്ടെ, നിങ്ങളുടെ ജീവിതം 2014 അത് ബ്ലെസ്ഡ് ആയിരിക്കും. Let me tell you, in 2014, if you're living on the life where you're pleasing God, if you're having a continuous walk with God, this year is going to be a blessed year in your life. Praise the Lord. Praise the Lord. Hallelujah. 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 അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് അറിയാമോ? അവൻ മരണം കാണാതെ എടുക്കപ്പെട്ടു. And that is the reason we read in Hebrews that he was taken away. He never seen a death. 2014 ആമേൻ ആദ്യ തൊട്ട് അവസാനം വരെയും ആമേൻ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ജീവിച്ചു, അവനോട് കൂടെ നടന്നു. കർത്താവ് ഈ 2014 വന്നാൽ ഞാനും നിങ്ങളും മരണം കാണാതെ എടുക്കപ്പെടുക തന്നെ ചെയ്യൂ. Let me tell you, in 2014, have a continuous walk with God, have a communication with God. God is going to bless this year with you. Praise the Lord. Hallelujah. ഒന്ന് ഹാനോക്കിനെ പോലെ ദൈവത്തോട് കൂടെ നടക്കുവാൻ കോളിലെ ഓരോ വിശ്വാസികളെയും ഇന്നു രാത്രി ദൈവാത്മാവിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. Let me remind you in Holy Spirit that you should live a life where you should please our God just like Enoch did. Praise the Lord. Praise the Lord. രണ്ട്, Second, നാലാമത്തെ വാക്യം, verse 4. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കായീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. And here we can read in Hebrews chapter 11 verse 4, by faith Abel brought God a better offering than Cain. ആമേൻ. കായീൻ എങ്ങനെ കഴിക്കുന്നെന്നുള്ളത് ഹാബേലിന് പ്രശ്നമല്ല. Abel was not looking at how Cain is offering. ആമേൻ. കായീൻ സ്തോത്രം പറയുന്നു, കായീൻ ആമേൻ പറയുന്നു, കായീൻ കൈയടിക്കുന്നു, കായീൻ കരയുന്നു, കായീൻ നടക്കുന്നു, അത് ഹാബേലിന് പ്രശ്നമല്ല. Abel was not looking at Cain, that how he walked, how he dealt with the problem, because he was not trying to imitate Cain. ഓ, എന്റെ ചർച്ചിൽ എല്ലാരും കൈകെട്ടി നിൽക്കുക, അതുകൊണ്ട് ഞാനും കൈകെട്ടി നിൽക്കാം. If you think that because everybody is silent in my church, they're not worshiping, okay, let me also do the same thing. അയ്യോ, ആ പാസ്റ്റർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങ് നിൽക്കത്തേ ഉള്ളൂ. രഞ്ജിത്ത് വേറെ ആ സ്റ്റേജിൽ ഒരു കസേര ഇട്ട് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. എന്നാൽ ഞാൻ പറയട്ടെ, ആ പാസ്റ്റർ അല്ല ഞാനാ. ദൈവത്തിന്റെ ആത്മാവ് എന്റെ മേൽ വ്യാപരിക്കുമ്പോൾ എനിക്ക് ഇവനെ നിൽക്കാനൊക്കത്തില്ല. ഓ, നൃത്തം ചെയ്ത് എന്നെ മരണത്തോളം അന്ത്യത്തോളം അവസാന ശ്വാസം വരെ എന്റെ ദൈവത്തിന് ഏറ്റവും ബെസ്റ്റ്. Let me tell you that God has anointed me in such a way that when the Spirit of the God comes on me, I cannot stand quiet, I cannot stand still, but I will start worshiping my God. Hallelujah. Praise the Lord. Amen. ഹാബേൽ ദൈവത്തിന് ഏറ്റവും ബെസ്റ്റ് കൊടുത്തു. Here we can see Abel, he gave the best to his God. വിശ്വാസത്താൽ, by faith. വിശ്വാസത്താൽ, by faith. ഹാബേൽ അവന്റെ ജീവിതത്തിൽ ഏറ്റവും ബെസ്റ്റ് ദൈവത്തിന് കൊടുത്തു. There we read, by faith Abel gave his best to the God. ഉൽപ്പത്തി പുസ്തകം ഇങ്ങനെ വായിക്കുന്നു, ഊനമില്ലാത്തതിനെ, ഏറ്റവും ബെസ്റ്റായതിനെ അവൻ ദൈവത്തിന് കൊടുക്കുവാൻ ഇടയായി തീർന്നു. And in Genesis we can read that Abel gave the best to the God, the one without any defect. Praise the Lord. Amen. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് 2014 ആദ്യ ദിവസം നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബെസ്റ്റ് ആയത് ദൈവത്തിന് കൊടുക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ 2014 ആമേൻ ഡിസംബർ മാസം 31-ാം തീയതി ഇവിടെ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുവാൻ ചെയ്തുകൊണ്ട് പറയുവാൻ സാധിക്കും, ഞാൻ വിചാരിച്ചതിലും ഞാൻ നിലച്ചതിലും അത്യന്തപരമായി ദൈവം എന്നെ ജയോത്സവത്തോടെ നടത്തി.
Let me tell you, in 2014, if you take a decision that yes, I'm going to do my best, I'm going to give my best to my God, then let me tell you, by the end of the year, you will stand here and you will dance and you will say that God has done more than what I expected from Him. ആമേൻ. മക്കൾക്ക് ടെലിഫോൺ മേടിച്ചു കൊടുത്താൽ ഏറ്റവും ബെസ്റ്റേ കൊടുക്കത്തുള്ളൂ. When you buy the phone to your kids, you get them the best phone. ഭാര്യ ഭർത്താവിന് എന്തെങ്കിലും ആമേൻ പ്രസന്റ് മേടിച്ചാൽ ഏറ്റവും ബെസ്റ്റേ കൊടുക്കത്തുള്ളൂ. When wife buys a gift for her husband, she gives the best. ആമേൻ. ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുത്താൽ ബെസ്റ്റേ കൊടുക്കത്തുള്ളൂ. When husband buys a gift for his wife, he tries his best to give the best. എല്ലാം ബെസ്റ്റ് നമ്മൾ ഈ ലോകത്തെ ബെസ്റ്റുമായി നിന്ന് ആമേൻ മേടിച്ചു കൊടുക്കുമ്പോൾ എന്റെ ദൈവത്തിന്റെ മക്കളെ, ദൈവത്തിന് സർവശക്തനായ ഉടയവനായ സർവവ്യാപിയായ ദൈവത്തിന് ബെസ്റ്റ് കൊടുക്കാത്തത്. When we give our friends the best from the അവൻ ബെസ്റ്റ് ആണ് ദൈവത്തിന് കൊടുത്തത്. Abel, what he gave to God was the best what he had. അതുകൊണ്ട് എന്ത് പറ്റിയെന്ന് അറിയാമോ? You know what happened? അവന്റെ യാഗത്തിൽ എന്റെ ദൈവം പ്രസാദിച്ചു. Because he gave the best, that's the reason that God was pleased in his sacrifice. ആബേൽ ദൈവത്തിന് ഏറ്റവും നല്ലത് കൊടുത്തു. അവൻ അനുഗ്രഹം പ്രാപിച്ചു. എങ്ങനെ? വിശ്വാസത്താൽ. And the word of God say, by faith Abel gave his best to God, and through that he got blessed. ബഡ്ജറ്റ് നോക്കി വെച്ച് കൊടുക്കാനിരിക്കല്ലേ. Many times we look at our budget when we give. Praise the Lord. 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 Hallelujah. Praise the Lord. Hallelujah. ഏറ്റവും നല്ലത് കൊടുക്കുവാൻ നാം പഠിക്കണം. അങ്ങനെ പഠിച്ചാൽ 2014 ജയോത്സവമായിരിക്കും നമ്മുടെ ജീവിതം. We should learn to give our best, and if we do that, 2014 is going to be a blessed life in your life. Hallelujah. Amen. ഇനി മൂന്നാം, The third thing, ആറാമത്തെ വാക്യം. Hebrews chapter 11 verse 6. ഏഴാമത്തെ വാക്യം. Sorry, this is verse 7. നോഹ അതുവരെ കാണാത്തവയെ കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി പൂണ്ട് തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. Verse 7 says, by faith Noah, when warned about things not yet seen, in fear, holy fear, built an ark to save his family. 2014 എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേൻ, വിശ്വാസത്താൽ കുടുംബത്തിനു വേണ്ടി പെട്ടകം പണിതോണം. Let me tell you, in 2014, by faith, prepare an ark for your family. ആമേൻ. നാം ഉണ്ടാക്കേണ്ട പെട്ടകം എന്ന് ഞാൻ പറഞ്ഞു തരാൻ പോവുകയാണ്. I'm going to tell you what is this ark. ഒന്ന്, പ്രാർത്ഥനയാകുന്ന പെട്ടകം. Ark of prayer. മാതാപിതാക്കളെ, പ്രാർത്ഥനയാകുന്ന പെട്ടകം പണിതോണം കുടുംബത്തിനു വേണ്ടി. Parents, let me tell you that you need to build the ark of prayer for your family. ആമേൻ. കുടുംബ പ്രാർത്ഥനയാകുന്ന പെട്ടകം ഈ സഭയിലെ ഓരോ കുടുംബത്തിലും ആമേൻ തീർക്കണമെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു. Holy Spirit is telling that each and every family in this church must have a family prayer in their house. എന്നോട് യോജിക്കുന്നവർ എന്റെ വീട്ടിൽ അവൻ ഇതുവരെ ഇല്ല. പക്ഷേ ഇന്നു മുതൽ 2014 എന്തൊക്കെ ടിവി വന്നാലും, എന്തൊക്കെ കളികൾ വന്നാലും, ഏതൊക്കെ സ്പോർട്സ് വന്നാലും, എന്തൊക്കെ നടന്നെന്ന് പറഞ്ഞാലും, എത്ര വിരുന്നുകാർ വന്നെന്ന് പറഞ്ഞാലും, ഞാനും എന്റെ കുടുംബ പ്രാർത്ഥന നടത്തിയേ ആമേൻ ഞങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോകത്തുള്ളൂ. തീരുമാനമെടുക്കുന്നവർക്ക് കാര്യങ്ങൾ അടിച്ചു ദൈവത്തെ സ്തുതിക്കാം. Let's take a decision together this year. Doesn't matter what game is going on, what TV serial is going on, what movie is going on, but I will have my house prayer, my daily prayer in my house every day. അവൻ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. And this is how I heard many times. ഈ ചുറ്റുമതിലില്ലാത്ത ആമേൻ പ്രൈമറി സ്കൂൾ പോലാണ് കുടുംബ പ്രാർത്ഥന ഇല്ലാത്ത വീട്. I have heard like this, that our family prayer is just like a primary school or kindergarten without the walls, boundary walls. ബൗണ്ടറി വാളിൽ എന്നാ ചെയ്യും? If there's no boundary wall, what happens? നമ്മുടെ നാട്ടില ഇവിടുത്തെ കേട്ടോ, ഇന്ത്യയിലായിരുന്നു. സ്കൂൾ അങ്ങോട്ട് മണി അടിക്കുമ്പോഴത്തേക്ക് പിള്ളേർ ഒറ്റ ഓട്ടവാ. Because if you don't have a boundary wall, kids are waiting for the bell, and when they hear the bell, they will just run away. എന്നാൽ വിശ്വാസത്താൽ നോഹ തന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്കായി അവൻ
പെട്ടകം പണിതു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ എത്ര പേർ കളിയാക്കി കാണും, നോഹയെ നിനക്ക് വട്ടായിരിക്കുമടാ, ഓ ഹല്ലേലൂയ നീ എന്താണ് ചെയ്യുന്നത്. ആമേൻ. എന്നാൽ അവൻ കാണാത്തതിനെ കുറിച്ച് ഹല്ലേലൂയ, എന്നാൽ അവൻ ഹല്ലേലൂയ അവൻ ആത്മാവിൽ കണ്ട് അവൻ പെട്ടകം പണിയുകയാണ്. ഇന്ന് രാത്രികാലം ദൈവമക്കളെ, ഈ 1-ാം തീയതി 2014 1-ാം തീയതി നിങ്ങളോട് പറയട്ടെ, ഈ നാളുകളിൽ പ്രാർത്ഥനയുടെ പെട്ടകം, ആമേൻ, വിശ്വാസത്തിന്റെ പെട്ടകം, ആമേൻ, വചന ധ്യാനത്തിന്റെ പെട്ടകം ഹല്ലേലൂയ ഭവനത്തിൽ പണിതോ. ഓ ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെടാൻ പോകുകയാണ്. And in 2014, in this coming year, let's take a decision that yes, I'm going to make an ark of prayer. I'm going to make an ark of meditating word. God will bless you. എന്തുപറ്റിയെന്നറിയാമോ? You know what happened? അവൻ പെട്ടകം പണിതത് കൊണ്ട് അവന്റെ മക്കൾ പെട്ടകത്തിൽ കയറി. And here we can read, because he made the ark, that's the reason that his kids, everybody in his family got into the ark. അവന്റെ മരുമക്കൾ കയറി. Even his daughter-in-laws got into the ark. ആമേൻ. അവൻ പണിത പെട്ടകത്തിൽ അവന്റെ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു. And here we can see all the family members, everybody in his family was saved because he made the ark. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, ഈ ലോകത്തിൽ എന്തും സംഭവിക്കട്ടെ, 2014 എന്തും സംഭവിക്കട്ടെ, പ്രാർത്ഥനയുടെ കോട്ട തീർക്കുന്ന, പ്രാർത്ഥനയുടെ പെട്ടകം പണിയുന്ന ഓ വിശ്വാസിയെ, നിന്റെ കുടുംബത്തിൽ ശത്രു അടുത്തു വരികയില്ല എന്ന് ഇന്ന് രാത്രി ഈ 1-ാം തീയതി ഞാൻ ആമേൻ 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 ആത്മാവിൽ പറയട്ടെ. Let me tell you this morning, let me declare that in 2014, if you make an ark of prayer, devil cannot come close to your house. Devil cannot even touch your life. Amen. ഒന്ന് ദൈവത്തോട് കൂടെ നടക്കണം. First thing, you need to have a walk with God. രണ്ട്, ദൈവത്തെ പ്രസാദിപ്പിക്കണം. Second, we need to please God. എങ്ങനെ പ്രസാദിപ്പിക്കണം? How can we please God? അവന്റെ ചുവടുകളിൽ നടന്ന് പ്രസാദിപ്പിക്കണം. We need to follow his footsteps. ഏറ്റവും നല്ലത് കൊടുത്ത് പ്രസാദിപ്പിക്കണം. We need to offer him the best. ആരാധിക്കുമ്പോൾ നല്ലതുപോലെ ആരാധിക്കണം. When we worship, we should worship up to our best. കൈ കൊട്ടുമ്പോൾ നല്ലതുപോലെ കൊട്ടണം. When we clap our hands, we need to clap our hands. പാട്ട് പാടുമ്പോൾ ഉച്ചത്തിൽ പാടണം. When we sing up to the best. ദൈവത്തെ ആരാധിക്കുന്നെങ്കിൽ നന്നായിട്ട് ആരാധിക്കണം. ആമേൻ ആമേൻ. അവൻ ഉത്തമമായത് ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുത്തു. അവൻ അനുഗ്രഹം പ്രാപിച്ചവനാ. And it says that if you're worshiping, you worship up to your best, because Abel gave his best, and because of that, God blessed him. Praise the Lord. Praise the Lord. Hallelujah. 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 അതിന് അവിടെ ഒരു കാരണം കൊണ്ട് കേട്ടോ. There's one reason also there. ബെസ്റ്റ് കൊടുക്കണമെങ്കിൽ അവൻ ബെസ്റ്റ് ആയിരിക്കണം. If you have to give the best to the God, you have to be best. ഹാബേൽ വഴക്കുണ്ടാക്കിയത് ദേവസ്വത്തിലുള്ള എഴുതിയിട്ടുണ്ട്. Have you ever written that Abel fought with anybody in Bible? എന്നാൽ അവന്റെ ചേട്ടൻ മഹാവഴക്കാളിയായിരുന്നു. But his brother Cain was a big fighter. ദൈവം അവന്റെ യാഗത്തിൽ പ്രസാദിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒറ്റ കോപം ആരോട്? ദൈവത്തോട്. When Cain came to know that God was not pleased in his sacrifice, he was mad at God. അവിടെ നിന്നില്ല. He didn't stop there. സഹോദരനെ വിളിച്ചോണ്ട് വയലിൽ പോയി. He took his brother to field. അവനോട് കോപിച്ചു. And he was mad at him also. കോപിക്ക തന്നെയാണോ? It was not just getting mad at him. അവനെ കൊന്നുകളഞ്ഞു. Even he killed his brother. Praise the Lord. Amen. അപ്പൊ ഈ സ്വഭാവം എല്ലാം ഉള്ളത്തി വെച്ചിട്ടാണ് ഈ വെള്ളക്കായും മാവക്കായും പടവലക്കായും കൊണ്ട് മുന്നോട്ട് വന്നത്. So with all this nature inside him, he's coming to offer sacrifice to the God. അപ്പൊ ദൈവം അവനോട് പറഞ്ഞു, അവനെ കൈനെ. And that's the reason God is telling Cain, ഓ നീ നല്ലത് പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ നിന്നിൽ ഞാൻ പ്രസാദിക്കയില്ലായിരുന്നു. In Genesis it says that Cain, if you would have done good, don't you think that I would have been pleased in your sacrifice too? 2014 എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഹെവൻലി കോളിലെ ഓരോ വിശ്വാസികളെ, നാം ആത്മാവിന്റെ ഫലം പുറപ്പെടുവിക്കുന്നവരായിരിക്കണം. Let me tell you, in 2014, each and every person in this church should be fruitful. We should give the fruit of spiritual life. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ജഡ
സാധ്യമല്ല. Romans chapter 8, over there we can read that if you are from flesh, you cannot please God. ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ അവർക്ക് പറ്റത്തില്ല. Over there it is written that you cannot please God. Oh, hallelujah. Amen. Hallelujah. 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 ആമേൻ. ഇന്ന് പകൽക്കാലം ഈ പ്രഭാതത്തില് ആമേൻ, ഈ 1-ാം തീയതി പ്രഭാതത്തില് എന്റെ സഹോദരന്മാരോട് ഓർമ്മിപ്പിക്കട്ടെ. ആമേൻ, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നതുപോലെ 2014 ദൈവത്തോട് കൂടെ നടക്കണം. Let me tell you that just like Enoch, he walked with God. Let us take a decision that I'm going to walk with my God in this coming year. ഓ, ദൈവത്തെ പ്രസാദിപ്പിക്കണം. I'm going to please my God. ആരാധനയിൽ കൂടെ പ്രസാദിപ്പിക്കണം. I'm going to please him through worship. നല്ലത് കൊടുത്തു പ്രസാദിപ്പിക്കണം. I'm going to please him through giving. സ്നേഹിച്ച് പ്രസാദിപ്പിക്കണം. I'm going to please him through love. ആത്മാവിന്റെ ഫലം പുറപ്പെടുവിച്ച് പ്രസാദിപ്പിക്കണം. I will please him through by producing fruit of spirit. എങ്ങനെയെല്ലാം എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയെല്ലാം 2014 പ്രസാദിപ്പിക്കുന്നവരാകണമെന്ന് ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. In every way I can please my God. I am going to please my God in this coming year. ആമേൻ. നോഹ പെട്ടകം പണിതതുപോലെ കുടുംബത്തിനു വേണ്ടി പെട്ടകം പണിയണം. Just like Noah, he made an ark for his family. Let's create an ark for our family. കുടുംബ പ്രാർത്ഥനയുടെ പെട്ടകം. An ark of family prayer. ആമേൻ. വചനം ധ്യാനിക്കുന്ന ആ പെട്ടകം. An ark of meditation. ഓ, discipline life. An ark of discipline life. ആമേൻ. Amen. Are you ready? Hallelujah. Hallelujah. അനുഗ്രഹത്തിന്റെ വഴിയാ പറഞ്ഞു തരുന്നത്. I'm telling you the way ആമേൻ. of കഴിഞ്ഞ blessing. ദിവസം ദൈവാത്മാവ് സംസാരിച്ചു. ഇന്ന് സഭയിൽ പ്രസംഗിക്കുക. ആമേൻ. ഹല്ലേലൂയ. 2014 എന്ത് സംഭവിക്കും നമുക്കറിയത്തില്ല. എന്നാൽ നാം പെട്ടകം പണിതുകൊണ്ട്, എന്നാൽ നാം ദൈവത്തോട് കൂടെ നടന്നുകൊണ്ട്, എന്നാൽ നാം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ ഈ വിശ്വാസ ജീവിതം ഓരോ ദിവസവും മുന്നോട്ട് കൊണ്ടുപോകും. And let me tell you, last week the Holy Spirit spoke to me very clearly that I have to give this message to this church that we need to live a life where we can please our God through our giving and our worship. Praise the Lord. 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 Hallelujah. Praise the Lord. Hallelujah. Hallelujah. Amen. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുക. I'm going to conclude my sermon here. 3 കാര്യം മാത്രം ഓർമ്മിപ്പിക്കുന്നു. There's only 3 things what I said today is going. That's the only thing I want to remind you. വിശ്വാസം എന്നതോ It's saying faith. ആശിക്കുന്നതിന്റെ ഉറപ്പും It's the confidence in what we hope കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. and the assurance of what we did not see. ഹാനോക്ക് നടന്നതുപോലെ ഞാൻ 2014 നടക്കും. I will walk just like Enoch walked with God in 2014. ഞാൻ ദൈവാത്മാവിനാൽ തന്നെ നടക്കും. I will be led by Holy Spirit. Hallelujah. Praise the Lord. Hallelujah. Hallelujah. ആർക്കും എന്നെ അതിൽ നിന്ന് പിരിക്കുവാൻ പറ്റത്തില്ല. Nobody can depart me out of that decision. Praise the Lord. Praise the Lord. ഞാൻ അവന്റെ വഴികൾ ചുവടുകൾ തന്നെ നടക്കും. I will follow his footsteps in my life. ഞാൻ അവനോട് കൂടെ നടക്കും. I will walk with him in 2014. ഞാൻ അവനോട് കൂടെ നടക്കും. I will walk with him in 2014. ഓ, ഹാലോക്ക് അവനോട് കൂടെ നടന്നു. Just like Enoch, he walked with God. ആമേൻ. ഒരു വർഷമല്ല പ്രിയപ്പെട്ടവരെ. And it may not be 1 year. 2 വർഷമല്ല. It's not just 2 years. 100 വർഷമല്ല. Not 100 years. ഓ, 200 വർഷമല്ല. It's not 200 ഓ, years. 300 ചില്ലുവാനം വർഷം. More than 300 years. കൂടെ നടന്നവനെ Enoch walked with God. കൈവിടത്തില്ല കേട്ടോ. God took him. കൂടെ നടക്കുന്നവനെ കൈവിടത്തില്ല. God will never leave you alone if you are with God. കൂടെ നടക്കുന്നവനെ കൈവിടത്തില്ല. God will never leave you alone if you walk with God. പറഞ്ഞേ, കൂടെ നടക്കുന്നവനെ കൈവിടത്തില്ലെന്ന് പറഞ്ഞേ. Tell your neighbor that God will never leave you alone if you walk with God. കൂടെ നടക്കുന്നവനെ കൈവിടുന്നവനല്ല. God will never leave you alone. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. അങ്ങനെ ജയോത്സവകരമായ ജീവൻ നയിപ്പാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കട്ടെ.